ഹലോ ശിവ. ഹായ്, ഞാൻ അനൂപ്. എനിക്ക് ചോദിക്കാനുള്ളത്, ശിവ ഇപ്പം ഇൻഡസ്ട്രി വന്നിട്ട് 7-8 വർഷമാകുന്നു. 2019 ആ സമയത്ത് ഫേസ് ചെയ്ത ചലഞ്ചസും ഇപ്പോൾ 2026 ഫേസ് ചെയ്യുന്ന ന്യൂ ചലഞ്ചസ് ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഞങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? ഞങ്ങൾ ന്യൂ കമേഴ്സാണ്, അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എങ്ങനെ ടാക്കിൾ ചെയ്ത് കയറാൻ പറ്റും? അല്ലെങ്കിൽ കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ന്യൂ ചലഞ്ചസ് എന്തൊക്കെ ആയിരിക്കും? ആ ഡിഫറൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇപ്പോൾ പണ്ടത്തെയും ഇപ്പോഴത്തെയും ചാലഞ്ചസ് ഇപ്പോൾ 2019 ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്തത് 2019 ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഓഡിഷൻസ് കുറേ ഇപ്പോൾ ഞങ്ങൾ ആക്ട് ലാബിൽ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാച്ചിലത്തെ എല്ലാവരും കൂടെ ഓഡിഷൻസും പോകുമായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ദിവസം തന്നെ 3-4 ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ സ്ഥിരം ഓഡിഷൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനോ ആണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഡിഷൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ചാലഞ്ച് ഇനീഷ്യലി സിനിമയിൽ കയറി കൂടാനുള്ള ഒരു അവസരം എന്നുള്ളത് ഓഡിഷൻസിൽ നിന്ന് മാറി ഇപ്പോൾ വേറൊരു സൈഡിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാവും പുതിയൊരു ചാലഞ്ച്. പിന്നെ വേറൊരു ചാലഞ്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിൽ കയറാനുള്ള ഇപ്പോൾ ഭയങ്കര എളുപ്പ പരിപാടിയാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മളൊന്ന് ബുദ്ധിമുട്ടി 1 വർഷം 1.5 വർഷം ബുദ്ധിമുട്ടിയാൽ ഉറപ്പായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സിനിമ ചെയ്തുകൊണ്ട് പോകുക അല്ലെങ്കിൽ അതിൽ നിലനിന്ന് പോകുക എന്നുള്ളൊരു സാധനം കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. ഇപ്പോൾ അതിന് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരുപാട് എഫേർട്ട് അതിനായിട്ട് വേണം. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് കിട്ടാനുള്ള റോളിലേക്ക് എത്താൻ ഇപ്പോൾ ഓഡിഷൻസിനേക്കാളും കണ്ടന്റ് ക്രിയേഷനാണ് ഇപ്പോൾ. പക്ഷെ അതും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പുതിയൊരു രീതിയിലൂടെ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക കുറച്ചുകൂടെ വിസിബിലിറ്റി നമുക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ ഒരു 2-3 സിനിമകൾ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആസ് എ ബിഗിനർ എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നിലെ ഡയറക്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്യാം. ഇപ്പോൾ മലയാള സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക അങ്ങനെ ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു സെറ്റപ്പിലൊന്നും വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അല്ല നമ്മുടെ. ഒരു ഡയറക്ടറെ നിങ്ങൾ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ സമ്മതിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ആക്ട് ലാബിൽ പോലെ തന്നെ ആക്ട് ലാബ് സ്റ്റുഡിയോസിൽ പ്ലേ ചെയ്യുമ്പോൾ വരുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് ഫിലിംസ് ചെയ്യാം. ഞാനിപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ വിസിബിലിറ്റി നമ്മളിവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ പറ്റുമോ അത് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് 2019 to 2026 ഉള്ള ചാലഞ്ചസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ മാം, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇത് കരിയറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് വരുമ്പോൾ മാഡത്തിന് എന്താണ് അവരോട് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണത്. 39ാമത്തെ വയസ്സിൽ സിനിമയിൽ വന്ന ആളാണ് ഞാൻ. ഒറ്റ കാര്യം പറയാനുള്ളത്, ദൃശ്യം 2 പറഞ്ഞില്ല ആദ്യത്തെ സിനിമയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഒരാദ്യമായ ഒരു സിനിമ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് മോഹൻലാലും മീനയും പോലുള്ള അതികായകന്മാരായ 2 ആർട്ടിസ്റ്റുകളാണ്. ഭയങ്കര ബ്ലെസ്സിങ് ആണത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഭയങ്കര തീവ്രമായ ഒരു ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ടുമായിരിക്കാം ഡ്രീം സോ വെരി ബിഗ്. നിങ്ങൾക്ക് സിനിമയിലെത്താൻ ആരും വേണ്ട. ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്കാരിയാണ്. ആ സ്ഥലത്ത് പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇടുക്കിയുടെ വെരി എൻഡ് കോർണറിലാണ്. ബോൺ ആൻഡ് ബോട്ടം ദെയർ, മാരീഡ് ടു കോട്ടയം. അവിടെ വന്നിട്ട് ഞാൻ എബ്രോഡൊക്കെ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2013 കാലത്തിലാണ് നാളെ തിരിച്ചു വരുന്നത്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിറക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ സുമലതയാണ് ഞാൻ സിനിമയിലെത്താനുള്ള കാരണം. അവരുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോയതാണ്. അപ്പം നമ്മൾ അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ വിചാരിക്കുന്നത് സിനിമ നടിയായാൽ സുമലതയെ പോലെ സുന്ദരിയാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഡ്രീം സോ വെരി ബിഗ്, അതൊരു ദിവസം വരും. നിങ്ങൾ എത്ര തീക്ഷ്ണമായിട്ട് അത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരും. ആരും നിങ്ങൾക്ക് പരിചയമുള്ളവർ വേണ്ട, നിങ്ങൾക്ക് ആരും റെക്കമെൻഡ് ചെയ്യാനും വേണ്ട, നിങ്ങളിലേക്ക് അത് വന്നുപെടും. പിന്നെ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും ഓഡിഷൻസിന് പോകുന്ന ആളാണ്. എൻ്റെ 14ാമത്തെ സിനിമയായിരുന്നു ഗരുഡൻ. മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ തന്നെ 3ാമത്തെ സിനിമയായിരുന്നു അത്. എന്നിട്ടും ഞാൻ ഓഡിഷന് പോകുമായിരുന്നു. സോ നമ്മൾ കുറച്ച് സിനിമ ചെയ്തതുകൊണ്ട് നമുക്കിനി ഓഡിഷന് പോകാൻ പാടില്ല, നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കരുത്. നമുക്കുള്ളത് ആരും നമ്മുടെ വീട്ടിൽ കൊണ്ടു തരത്തില്ല. നമ്മൾ ചെയ്യണം. പക്ഷേ എന്നോർത്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയും ഞങ്ങൾ സിനിമ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം, ഇല്ലേ അറിയാവുന്നവരോട് ചോദിക്കണം ശരിക്കും അദ്ദേഹം റിലയബിൾ ആണോ, അങ്ങനെയാണോ. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം പറയാം.
ഡയറക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് കളക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത വർക്ക് വെച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് അവർക്ക് ഡയറക്റ്റ് പ്രൊഫൈൽ കൊടുക്കുക. ഡോണ്ട് ആസ്ക് ദം ഫോർ എ ചാൻസ്, ആസ്ക് ദം ഫോർ എൻ ഓഡിഷൻ ചാൻസ്. സാർ ഒരു ഓഡിഷൻ, ഞാൻ ദൃശ്യത്തിൽ അങ്ങനെയാണ് ജിത്തു സാറിന് മെസ്സേജ് അയച്ചത്. സാർ എനിക്കൊരു ഓഡിഷൻ തരാമോ എന്നാണ് ചോദിച്ചത്. സാറിനെ അതുപോലെ ഓഡിഷന് വിളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഓഡിഷൻ ചോദിക്കുക, നിങ്ങൾക്കുള്ളത് വന്നോളൂ. താങ്കളൊരു ട്രെയിൻഡ് ആക്ടറും കൂടിയാണ്. അപ്പോൾ ട്രെയിൻഡ് ആക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രിവിലേജ് എന്താണ്? ഞാൻ ശരിക്കും അത് ഒരുപാട് സ്ഥലത്തെ മറുപടി പറയണം, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ പേഴ്സണലി ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം അത്. വേറൊന്നുമല്ല, നമ്മൾ ട്രെയിൻഡ് ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ആക്ട് ലാബിലേക്ക് ഇപ്പം ഞാൻ പറയാം, ഞാൻ 2022 ആക്ട് ലാബിൽ ബാച്ച് ചെയ്യുന്നത്. ഞാൻ ബാച്ച് ചെയ്യാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ബേസിക്കലി ഞാൻ അങ്ങനെ ചെയ്യണം, അതായിരിക്കാം ആക്ടിങ്, ഇതായിരിക്കാം ആക്ടിങ്. എന്താണ് നമുക്ക് ശരിക്കും സ്റ്റിൽ ഇപ്പോൾ അതിന് ഇപ്പോഴും നമുക്ക് ഇന്നതാണ് എന്നൊരു വേയിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ട്രെയിൻഡ് ആയിട്ടൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇനിഷ്യലി ഉണ്ടാകുന്ന ആ ഒരു ഫിയറും ആ ഒരു പ്രശ്നവും നമുക്ക് ഒരു വലിയൊരു സർക്കിളിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് മാറി കിട്ടും. നമ്മൾ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് റോഡിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് ഒരു പാഠം കാണത്തില്ല, നന്നായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക്. സ്റ്റിൽ നമുക്കൊരു അതുപോലെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്തൊരു ക്രൂ ആയിക്കോട്ടെ, കുറച്ച് സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. ഞാൻ കുട്ടേട്ടൻ്റെ മകനായിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടേട്ടൻ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ കിഷ്കിണ്ഠകാണ്ഡത്തിൽ കുട്ടേട്ടൻ അപ്പുപിള്ള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ സാർ ഒരു അപ്പുപിള്ള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആള് അതിന് യൂസ് ചെയ്ത കുറച്ച് മെത്തേഡ്സ്, അതായത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാനത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് അപ്പുപിള്ള സ്റ്റേഷനിൽ ഇരുന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പുപിള്ളയുടെ കയ്യിലുണ്ടാകുന്ന ചെറിയ വിറയലുകളും കാര്യങ്ങളൊക്കെ, ഇത് ശരിക്കും ഇവിടെ സാറ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒബ്സർവേഷൻ, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് ഒരു ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിവിടെ വന്ന് നമ്മൾ പ്ലേ ആയിട്ട് സാറിന് ചെയ്ത് കാണിക്കണം. നമ്മളത് ഷോർട്ട് ഫിലിമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കണം. സീരിയസ്ലി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ സാറ് പറഞ്ഞിട്ട് ഞാൻ ആക്ട് ലാബിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നൊരു ബണ്ടിൽ ഓഫ് കുറേ കാര്യങ്ങളുമായിട്ടാണ് ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ചിലപ്പം ആ ഒരു മൂമെൻറ്റിൽ നമുക്ക് ഇതിൽ നിന്ന് ഇടുന്ന ഇനിഷ്യൽ സാച്ചുറേഷൻ മാത്രമേ കാണത്തുള്ളൂ. അതിൽ നമ്മൾ ചിലപ്പോൾ പോയി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു വിടുന്ന കുറേ കാര്യങ്ങൾ നമുക്കൊരു ലൈഫ് ടൈം സാധനങ്ങളാണ്. നമ്മൾ അതുമായിട്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയി നോക്കി, എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ, അതായത് ഇപ്പം ഹസ്ബൻഡിനെ പിരിയുന്ന വൈഫ്, മകളെ പിരിയുന്ന അച്ഛൻ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുടെ ഇമോഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്ന പരിപാടി, അതായത് ശരിക്കും നമ്മുടെ ടെക്നിക്സ് ഇവിടെ പഠിക്കുന്നതല്ലേ, ഈ ഒബ്സർവേഷൻ ഉള്ള പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഇമോഷണൽ എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സെൻസ് മെമ്മറിയുടെ ഒരുപാട് സാധനങ്ങൾ ചെയ്യും, കളരിയുടെ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊക്കെ ഇവിടെ കളരി സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് യഥാർത്ഥമായിട്ടുള്ള ഒരു സത്യം നമുക്ക് ഉണ്ട്. ശരിക്കും നമുക്ക് കിട്ടാനുള്ളൊരു വലിയ കാര്യം അതിനപ്പുറത്തേക്കുണ്ട്. അപ്പം നിങ്ങളിവിടെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ അല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ എനർജി കുറഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കും, ഓഫ് ഞാൻ ഇത്രയും നാളോടെ പോയി ഇതായി, അതുകൊണ്ട് എന്താണ്. പക്ഷെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ബാക്കോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഇവിടുത്തെ കാര്യമായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ആത്മാർത്ഥമായിട്ട് പറയുക. അതിനിപ്പം റീൽ ചെയ്യാനായിക്കോട്ടെ, നിങ്ങളൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി മീൻസ് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാനായിക്കോട്ടെ, എന്ത് പരിപാടി ഒരു ആർട്ടിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, എവിടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ലോ എന്ന് തോന്നിയോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഹായ്, എൻ്റെ പേര് ശൗരിനാഥ്. എൻ്റെ ചോദ്യം കെവിൻ ചേട്ടനോട് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ഇത്രയും സംസാരിച്ചതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സാണ്, ഇപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയും, അതായത് ഏജ് ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ ഗോഡ് ഡിസൈഡ് വെൻ യു വോണ്ട് ടു ബിക്കം ആൻ ആക്ടർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എവിടെ നിന്നാണ്? അതായത് എന്താണ് ചേട്ടനെ ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവാനായിട്ടുള്ളൊരു റീസൺ? ഒരു ആക്ടർ ആവണം എന്ന് വിചാരിക്കുന്നത് പലരും പല രീതിയിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരുപാട് പണം കിട്ടും, നമുക്ക് നല്ല ഫെയിം ആയി കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഇൻറ്റൻഷൻ നമ്മളെ മനസ്സിൽ നിന്ന് ആദ്യം കളയണം. എൻ്റെ ഇൻറ്റൻഷൻ ആ സമയത്ത് ഈ അഭിനയിച്ച് ജീവിക്കണം. അതായത് നല്ലൊരു ആക്ടറായി, അല്ലെങ്കിൽ അഭിനയം തന്നെ ആയിരുന്നു, അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ കണ്ടതൊക്കെ എന്നിൽ സംഭവിച്ചത്. അപ്പം ഒരു നടനായി ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആവണം എന്നുള്ളത് വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കോളേജിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ ഒരു 1 ടൈം യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയി.
അപ്പോൾ ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എന്നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം കയറുന്നുണ്ട്, ഞാൻ എൻ്റെ ഫീലിങ്സിൽ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്നൊക്കെ എന്നെ പഠിപ്പിച്ച ആൾക്കാരും എൻ്റെ സാറുമാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ആ ബേസിസിൽ ഭയങ്കര ഉഴപ്പനാണ് എന്ന് കണ്ടിട്ടുള്ള സാറുമാരൊക്കെ എൻ്റെ നാടകം കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ടിനെ പോലെ മറ്റുള്ളവരെ ഒരു ലാസ്റ്റ് ബെഞ്ചായിട്ടുള്ള ആളെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ അതിൽ ഭയങ്കര ഹരം കയറി. എന്തായാലും പഠിച്ച് നമുക്ക് ഭയങ്കര സംഭവമാകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഹരം ഞാൻ യൂട്ടിലൈസ് ചെയ്തപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഞാൻ തന്നെയാണ് ബെസ്റ്റ് ആക്ടർ എന്ന് അവർ ഫിക്സ് ചെയ്ത് അവരെല്ലാം മനസ്സിലത് കയറി യൂണിവേഴ്സൽ ബേസിസിൽ. അപ്പോൾ അതുപോലെ തന്നെ 3 തവണയും കണ്ടിന്യൂ ഞാൻ കോളേജ് വിടുന്നത് വരെ. അപ്പോൾ എല്ലാവരും എഴുതി നിനക്ക് സിനിമയാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അതാണ് നടനാവണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം എന്നിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടനാവാൻ വേണ്ടിയിട്ട് എന്തെല്ലോ സംഭവിച്ച് ഇറ്റ്സ് ഗോഡ് ഡിസൈഡ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെ സംഭവിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത് സംഭവിച്ചു എന്നുള്ളതാണ്.